ഓക്സിലറി ബിഷപ്പായിരുന്ന ക്രിസ്തുദാസ് ബിഷപ്പിനെ രണ്ടാം പ്രതിയാക്കിയും തന്റെ സ്വന്തം മാതാവിന്റെ ഓർമ്മ ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് ദേവാലയത്തിലുണ്ടായിരുന്ന ഫാദർ മൈക്കൽ തോമസിനെയൊക്കെ 4-5 പ്രതികളായിട്ട് കേസെടുക്കാൻ മാത്രം നികൃഷ്ടമായ ഈ നികൃഷ്ട ജീവി എന്നാണ് ഈ മുഖ്യമന്ത്രി എന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹം തെളിയിക്കുകയാണ്. അദ്ദേഹമാണ് ഈ രാജ്യത്തിന്റെ, ഈ സംസ്ഥാനത്തിന്റെ നികൃഷ്ട ജീവി. അദ്ദേഹം തകർന്ന് തരിപ്പണമാക്കിയ ഈ കേരള സംസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി തീരദേശത്ത് കഴിഞ്ഞ 131 ദിവസമായിട്ട് സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് അല്പം പോലും ലജ്ജയില്ലാതെ അദ്ദേഹം എന്തിനാ മുഖ്യമന്ത്രി എന്ന് ഈ സംസ്ഥാനത്ത് തുടരുന്നത് തന്നെ നമുക്ക് ഈ അപമാനകരമാണ്. ഈ ഒരല്പമെങ്കിലും നാണമോ അഭിമാനമോ ഉണ്ടെങ്കിൽ, കേരളത്തിനോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ കുറെ കിഴവന്മാർക്ക് വേണ്ടി കാറ് വാങ്ങി കൂട്ടുന്നതല്ലാതെ കേരളത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ഈ വാദം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഒന്നാമത്തെ കള്ളൻ. കേരളം കണ്ടിരിക്കുന്ന കള്ളന്മാരുടെ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ ഈ പിണറായി വിജയനെ ഒരു തുറന്ന സംവാദത്തിന് ക്ഷണിക്കുകയാണ്. ഞാൻ ഈ സംസ്ഥാനത്തിന്റെ ഒരു പൗരനാണ്. മുഖ്യമന്ത്രി ഈ ഒരുമാതിരി കണ്ണുരുട്ടി കാണിച്ചാൽ പേടിക്കുന്ന CPM-കാരും അതുപോലെ തന്നെ മാധ്യമക്കാരും കാണും. പക്ഷെ ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ തീരദേശത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതും തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. അല്ലാതെ അദാനിയുടെ കള്ളപ്പൈസ മേടിച്ചിട്ട് അദാനിക്ക് വേണ്ടി കൂട്ടുനിൽക്കാൻ വേണ്ടി നിൽക്കുന്നവരല്ല ഞങ്ങൾ. പിണറായി വിജയൻ പറഞ്ഞതിനകത്ത് ഒരു അല്പ സത്യമുണ്ടെങ്കിൽ നാളെ അദ്ദേഹം നിശ്ചയിക്കുന്ന സ്ഥലത്ത് ഒരു സംവാദത്തിന് ഞാൻ റെഡിയാണ്. അദ്ദേഹം വസ്തുനിഷ്ഠാപരമായിട്ട് ഈ പറയുന്ന 6 ആവശ്യങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നടപ്പിലാക്കുവാനായിട്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് പറയട്ടെ, അദ്ദേഹത്തിന്റെ കാലിത്തൊഴുത്തിന് 42 ലക്ഷം രൂപ തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമസിക്കുന്ന ഒരു മനുഷ്യന് മാറി താമസിക്കുവാനായിട്ട് വകയിരുത്തിയിരിക്കുന്നത് 5000 രൂപ. എവിടെയാ ഈ പിണറായി വിജയന് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ഒരു വീട് കിട്ടുന്നത്? അങ്ങനെയെങ്കിൽ പിണറായി വിജയന്റെ കീഴിലുള്ള മന്ത്രിമാരും അതുപോലെ തന്നെ പിണറായി വിജയന്റെ കളക്ടേഴ്സും കൂടി ചേർന്നൊരു 100-300 വീട് സംഘടിപ്പിച്ചിട്ടെ ഞങ്ങൾ മാറിക്കൊടുക്കാം. ഇനി മണ്ണെണ്ണ പെർമിറ്റ് എവിടെയാ തന്നിരിക്കുന്നത്? ഫിനാൻസ് മിനിസ്റ്റർ ഈ മണ്ണെണ്ണയ്ക്ക് കൊടുക്കുന്ന സബ്സിഡി 25 രൂപയിൽ നിന്ന് 50 രൂപയാക്കി മാറ്റണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അണ്ടർ സെക്രട്ടറിക്ക് കൊടുത്തപ്പം അദ്ദേഹം മറുപടി കൊടുത്തത് എന്താ? റിജക്റ്റഡ് എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ഡിഫേർഡ്, അതായത് മാറ്റിവെച്ചിരിക്കുന്നു. ഇനി തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടമായിരിക്കുന്ന വസ്തുക്കളും പുരയിടവും വീടിന്റെ നഷ്ടപരിഹാരത്തെ പറ്റി പിണറായി വിജയൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. എന്നിട്ട് ഈ ഞങ്ങളെ മാറി താമസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നിടത്ത് അദ്ദേഹം തന്നെ നിയമിച്ചിരിക്കുന്ന ഞങ്ങളോട് നടത്തി ചീഫ് സെക്രട്ടറി പറഞ്ഞ എന്താണെന്നറിയോ? അദാനിയുടെ CSR എന്ന് പോയി മേടിച്ചോളാനാണ്. നാണമുണ്ടോ ഈ മന്ത്രിമാർക്കും ഈ ഇദ്ദേഹത്തിന്റെ ചീഫ് സെക്രട്ടറിക്കും ഞങ്ങളോടത് പറയാൻ? അദാനിയുടെ CSR മേടിച്ചാണോ ഞങ്ങൾ മാറി താമസിക്കേണ്ടത്? ആ CSR അദ്ദേഹം വാങ്ങിയ കൈക്കൂലി കൂട്ടത്തിൽ മേടിച്ചാൽ മതി. ഞങ്ങളോട് ആ കളിയൊന്നും വേണ്ട. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും നാണമോ മാനമോ അഭിമാനമോ ഉണ്ടെങ്കിൽ ഈ രാത്രി തന്നെ അദ്ദേഹം രാജിവെച്ച് ഈ പൊതുജനത്തിന്റെ മുന്നിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്തെ കടത്തിൽ മുക്കിയതെന്ന് അദ്ദേഹം ഉത്തരം പറയണം.